ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. അതേത് കേസാണെങ്കിലും ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. മുഖം നോക്കാതെ നടപടിയെടുക്കും സാർ. ആയിക്കോട്ടെ. ഇനി ആരും സൂത്രം കാണിച്ചാ സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് ആവശ്യം നമുക്കെല്ലാം. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. കാലടി ശങ്കര കോളേജ് 20 പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാർ 15 മിനിറ്റ് പോലും അവൻ അവിടെ ഇരുത്തിയില്ല. വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു. 15 മിനിറ്റിനകം തോളെ കൈയിട്ട് മോൻ പൊക്കൊള്ളാൻ പറഞ്ഞു. അതാണ് സാർ നിലപാട്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് സാർ, 19 വയസ്സുകാരിയായ ഒരു ദലിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം. സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി, മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി, എല്ലാ വാർത്തയായി കഴിഞ്ഞപ്പോ കേസെടുത്തിട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട പ്രതി CPM പാർട്ടി പ്രവർത്തകനാണ്. ഒരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയി. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാന്ന്. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണം. നിലപാട് വേണം സാർ, നിലപാട്. സാറേ, നിങ്ങൾ മരണമാസാട്ടോ.